കടം ചോദിച്ച കേരളം. സംസ്ഥാനത്തിന്റെ നിലനിൽപ്പ് കേന്ദ്രത്തെ ആശ്രയിച്ച് മാത്രമാവുകയാണോ എന്ന ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. ഏതായാലും ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം. കേന്ദ്ര സർക്കാരിന്റെ സഹായം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സംസ്ഥാനത്തിൽ വികസന പ്രവർത്തനം നടത്താനോ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടപെടാനോ സർക്കാരിന് കഴിയില്ല. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഒരു തന്റേടം കാണിക്കേണ്ടത് ആ സർക്കാർ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ള കേന്ദ്ര സഹായങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ചെയ്യാനുള്ള ഒരു സന്മനസ് കാണിക്കണം. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ തന്റേടം കാണിക്കുകയും അത് വാങ്ങിച്ചെടുക്കുകയും വേണം. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മറ്റുള്ള സർക്കാരുകളൊക്കെ അത് പ്രാവർത്തികമാക്കിയതാണ്. അതിന്റെ പോരായ്മകളൊക്കെ അവർ പരസ്യമായി ചൂണ്ടിക്കാണിക്കുകയും അത് വാങ്ങിയെടുക്കാനുള്ള തന്റേടം കാണിക്കുകയും ചെയ്ത. പക്ഷെ ഈ സർക്കാർ കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് ജനങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എല്ലാ കാര്യങ്ങൾക്കും, ഇനിയിപ്പോ റേഷൻ വിഹിതമാണെങ്കിലും പിന്നെ വന അതിർത്തി മറ്റേ ജനങ്ങളെ കൃഷിനാശമാണെങ്കിലും ജീവഹാനി ആണെങ്കിലും അതിനൊക്കെ എല്ലാം, ഇപ്പൊ വയനാട് ദുരന്തമാണെങ്കിലും എല്ലാത്തിനും കേന്ദ്രത്തെ പഴിചാരികൊണ്ട് അവരെല്ലാം തികഞ്ഞവരാണ് എന്ന് കാണിക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ വികസന മാതൃക മറ്റ് സംസ്ഥാനങ്ങളെ നോക്കിയിട്ടോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ മറ്റ് വകുപ്പ് നോക്കിയിട്ടോ അല്ല. കേരളത്തിന് സ്വന്തമായ ചില വ്യക്തിത്വങ്ങളുണ്ട്. അതിനനുസരിച്ചുള്ള പ്രോജക്റ്റുകളും അതുപോലെ ഫണ്ട്, അതുപോലെ വികസന മാതൃക, ഇതെല്ലാം കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതനുസരിച്ച് കേരളം മുന്നോട്ട് പോകുക തന്നെ വേണം. കേരളത്തിന്റെ ഒരു ധനമാർഗമായിട്ട് കേരളത്തിലെ വ്യവസായങ്ങളെയും അതുപോലെ തന്നെ മറ്റ് പ്രോജക്റ്റുകളെയും അതുപോലെ തന്നെ മറ്റ് വ്യക്തികളെയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. കേന്ദ്രത്തിനെ മാത്രം ആശ്രയിച്ചുള്ള ഒരു സംസ്ഥാനത്തിന് നിലനിൽക്കാനാവില്ല, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു. അപ്പൊ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ കാലത്തും മുന്നോട്ട് പോകാൻ കരുതാൻ കഴിയില്ല. സ്വയം പര്യാപ്തതയാണ് നമുക്ക് ആവശ്യം. കേരളം എല്ലാ കാര്യത്തിലും കേന്ദ്രത്തിനെ ആശ്രയിക്കുന്നു എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല. കേന്ദ്രത്തോടല്ലാതെ നമ്മൾ വേറെ ആരോടാണ് ചോദിക്കേണ്ടത്? നമ്മളുടെ നികുതിപ്പണം തന്നെയാണ് അവിടെ എത്തുന്നത്, GST ആയിട്ടും മറ്റു കാര്യങ്ങളായിട്ടും. അത് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിന് ആനുപാതികമായിട്ട് കേരളത്തിന് ലഭിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്.